ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചുഴലി മോർണിംഗ് ആണ്. രാവിലെ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് ചുഴലിയാണെങ്കിലും അവസാനിക്കുന്നത് തലശ്ശേരിയിൽ നിന്നാണ് കേട്ടോ. അതായത് എനിക്ക് സുഖമില്ലാണ്ട് ശ്വാസം മുട്ടലായി നിന്ന് 5 ദിവസം ഗുളികയെല്ലാം കുടിച്ചതിന് ശേഷം എക്സ്റേ എടുക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ഡോക്ടറെ അടുത്ത് തിരിച്ച് വരുന്നതിലൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിനെ. അപ്പം അതും പിന്നെ ഞാൻ തലശ്ശേരി വന്നതിന് ശേഷമുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും. അപ്പോൾ അങ്ങനെ 2 വീഡിയോസ് മിക്സ് ആക്കിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് കുളിക്കാൻ നനയ്ക്കൊന്നും ചെയ്തിട്ടില്ല, പല്ലും തേച്ച് കുപ്പായം ഇട്ട് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും അച്ഛനും റിക്കൂട്ടനാണ് പോകുന്നത്. റിക്കൂട്ടിനെ പിന്നെ നമ്മളെവിടെ പോകുമ്പോൾ കൂടെ കൂട്ടും, അങ്ങനെ പോകാൻ വന്നതാണ്. പിന്നെ അമ്മക്കും ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ട്, അപ്പോൾ അമ്മേനെയും കാണിക്കണം. അങ്ങനെ നമ്മളെ രണ്ടാളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചുഴലിയിൽ ഇതാ എല്ലാവരും എണീച്ച് പണിയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോവാന്ന് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഡോക്ടർ വരാൻ അന്ന് ഇത്തിരി വൈകിന്, 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് എൻ്റെ അമ്മേൻ്റെ 3 4 ടോക്കൺ നമ്പർ കേട്ടോ. അപ്പം റിക്കൂട്ടിനെയും കൊണ്ട് അച്ഛൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനും അമ്മയാണ് അകത്ത് ഡോക്ടറെ കാണിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എനിക്ക് എക്സ്റേ കാണിക്കാനുണ്ട്, പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇതാ ഡോക്ടറെല്ലാം കാണിച്ച് മരുന്നും വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ലോഡ് മരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിമിഷേച്ചൻ്റെ റൂമിലെ ഫാന് കേടായിട്ട് അത് നന്നാക്കാൻ കൊടുത്തിരുന്നു, അതിൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാതെ നമ്മൾ ചായയെല്ലാം കുടിച്ചിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ എനിക്കൊന്ന് വീഡിയോ എടുത്തിട്ടില്ല, അച്ഛന് തിരക്കുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ച് റിക്കൂട്ടൻ വണ്ടിയിൽ നിന്നേ ഉറങ്ങിയിട്ടാട്ടാ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചുഴലി വീഡിയോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ നിന്നുള്ള രാവിലത്തെ ഒരു തുടക്കമാണ്. അപ്പോൾ രാവിലെ തന്നെ റിക്കൂട്ടൻ്റെ ആ ചായയെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കപ്പൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ബുക്കെല്ലാം എടുത്ത് തന്നിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന്. ഞാൻ പറഞ്ഞ കപ്പ അമ്മമ്മക്ക് കൊടുക്കുന്നു, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് ഫോൺ നോക്കുകയാണ്. നമുക്ക് കുറച്ച് ഓർഡറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, സാരീൻ്റെത് പിന്നെ എൻക്വയറി, അങ്ങനെ അതിനെല്ലാം റിപ്ലൈ കൊടുത്തു. അപ്പോൾ റിക്കൂട്ടൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ശ്വാസം മുട്ടലെല്ലാം തിരിച്ച് വീട്ടിലെത്തിയിട്ട് മാറിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് മടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവേ ഗുളിക എടുക്കുന്നത് ഇഷ്ടമല്ല. ഇതാണെങ്കിൽ ഞാൻ എന്തും കുടിച്ച് 2-3 ആഴ്ച എങ്ങാനും അടുപ്പിച്ച് കുടിച്ചിട്ട്, പക്ഷേങ്കിൽ എന്താ പറയണ്ടേ, വായു മൊത്തത്തിൽ കഴിച്ചൊരു പണിയായി കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നപ്പം ഹോമിയോ ഡോക്ടറെ കാണിച്ച്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞത് അന്ന് പ്രാണായാമം നമ്മളെ യോഗയിലുള്ളത് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നു. അങ്ങനെ ഇപ്പം അതും ചെയ്യുന്നുണ്ട്, ഹോമിയോ ഗുളികയും കുടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നതിൽ ചിലപ്പം തെറ്റലുണ്ടാവും. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ, ഏതോ ഒരു ഡോക്ടറെ വീഡിയോ നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കൈയെല്ലാം ചിലപ്പോൾ ഇപ്പം പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് പറ്റുന്നത് പോലെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ മൂക്കെല്ലാം നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് കേട്ടോ. മര്യാദ ശ്വാസമൊന്നും കിട്ടുന്നില്ല. മൂക്കുകൂടി വിടേണ്ടത് ഞാൻ വായിക്കൂടിയെല്ലാം വിടുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പം ഞാനിനി നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ ഡോക്ടർ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡോക്ടർ എന്തെല്ലോ കാര്യമായിട്ട് പറയുന്നുണ്ട്, അതും കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആദ്യം വലത്തേ മൂക്ക് പൊത്തിയിട്ട് ഇടത്തേ മൂക്കിലേക്ക് കൂടി ശ്വാസം വിടുക, പിന്നെ ഇടത്തേ മൂക്ക് പൊത്തി വലത്തേ മൂക്കിലേക്ക് കൂടി വിടുക, പിന്നെ 2 മൂക്കും പൊത്തി വിടുക, അങ്ങനെ എന്തെല്ലോ ആയിരുന്നു. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പമല്ല, കുറച്ചായിട്ട് നിന്നെണ്ണം പോയ ശേഷം എനിക്ക് ഇങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് ധ്യാനിക്കാനാണെന്ന് എനിക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ ഫുള്ള് നിന്നാണ്ട് ഇങ്ങനെ ചിരിച്ച് വരുന്ന പോലെയാണ് എനിക്ക് തോന്നൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പറ്റൂല എന്ന് ഞാൻ ചിന്തിച്ച് നിൽക്കുവാണ്. പക്ഷേങ്കിൽ ഇതിപ്പം ഞാൻ എങ്ങനെയെങ്കിലും എനിക്കിത് മാറ്റിയെടുക്കണം, മീൻസ് ഈ ശ്വാസം മുട്ടൽ അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഇതിൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എത്രത്തോളം പോകുന്നൊന്നും അറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ മൂക്കിങ്ങനെ നിറഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചുമക്കുന്നെല്ലാം ഉണ്ട്. ഇപ്പം 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എണീച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിപ്പോൾ ഇത് പഠിച്ചിങ്ങനെ ഒന്ന് ലെവലായിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട്
കൂടുതൽ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം ഞാൻ ചെയ്ത് ഏത് ലെവലിലെത്തും നമുക്ക് നോക്കാം. അതുകൂടാണ്ട് എന്തെങ്കിലും നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല, എനിക്കെന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മീൻസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ശ്വാസം അങ്ങോട്ടേക്ക് കിട്ടുന്നില്ല കേട്ടോ. പൊതുവേ നമുക്ക് ഒരാൾക്കൊരു ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ടാവും, മീൻസ് എന്താ പറയുക, കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ലേ, എനിക്കതിപ്പോൾ അത് കിട്ടുന്നില്ല കേട്ടോ മര്യാദയ്ക്ക്. അപ്പം ഓൾറെഡി മറ്റേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ശ്വാസകോശം ചുരുങ്ങിയിട്ടെന്നുള്ളത്. ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ചെസ്റ്റിലും നല്ല കഫമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതെല്ലാം അറിയുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ശ്വാസം മര്യാദയ്ക്ക് വലിച്ചിട്ട് കുറേ സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല, അത് സത്യമാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം എന്തോ ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ എന്നുള്ള സൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. ഇനി കുറച്ച് സ്പീഡാക്കിയിട്ട് വെക്കാം കേട്ടോ, അല്ല പിന്നെ എനിക്കും ബോറടിക്കും നിങ്ങൾക്കും ബോറടിക്കും. സ്പീഡാക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കോമഡി മനസ്സിലാകുക. അങ്ങനെ നമ്മൾ പ്രാണായാമം എല്ലാം ചെയ്ത് വന്ന് നോക്കുമ്പോൾ റെക്കോർഡിന് ഇവിടെ എഴുതിയിട്ട് കാര്യമായിട്ട് ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പവും പാലും തേങ്ങാപ്പാലും പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവിൽ അതേനും ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ ചുമയൊന്നും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. ഇരിക്കുമ്പോൾ നല്ല കുറച്ച് പണിയായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ജോലിയിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ വീഡിയോ കോളും ചെയ്ത് കൂട്ടം പിന്നെ ഫുൾ ഓട്ടവും ചാട്ടവും കളിയല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പേരക്ക തിന്നാനിരുന്നു കേട്ടോ. അപ്പം പേരക്കേൻ്റെ ഇതുപോലത്തെ നടുവിലത്തെ ഭാഗം മുഴുവൻ റിക്കൂട്ടം തിന്നും, ബാക്കി അപ്പുറത്തെ സംഭവം ഞാനും തിന്നും കേട്ടോ. ഓനത് തിന്നില്ല, അതുകൊണ്ട് ഞാനത് തിന്നും. എനിക്കിപ്പം കുറച്ച് ഇഷ്ടത്തോടെ തിന്നണമെന്ന് തോന്നുന്നൊരു സാധനം പേരക്ക മാത്രമാണ്. പേരക്ക ഉപ്പ് ഇട്ടിട്ട് തിന്നണം, വേറെ ചോറൊന്നും അങ്ങനെ എടുക്കുമെങ്കിലും പക്ഷേ തീരെ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ റിക്കൂട്ടിനൊരു കോപ്പയിൽ പേരക്ക അമ്മ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ചങ്ങായി എന്ത് പണിയെടുത്ത് ഓൻ നടുക്കത്തെ തിന്നിട്ട് ബാക്കി വട്ടം കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ തട്ടി കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ബാക്കി നല്ല ഫ്ലഷറിലെടുത്തിട്ട് പോയിട്ട് വന്ന് തിന്നുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റിക്കൂട്ടിന് ഇതാ വണ്ടിയിൽ ഓടിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ചോദിച്ചാൽ ഞാൻ ഒരേ കിടത്താന്ന് കേട്ടോ. ഈ പെട്രോള് കിടക്കുന്ന പോലെ ആ സമയത്തിട്ട് കിടന്നിട്ടില്ല. ഇപ്പാണ് ഇതുപോലെ അസുഖം വരുമ്പോൾ ഒരേ കിടത്താന്ന്. ഇങ്ങനെ കിടന്നിട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴേക്ക് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് മറ്റൊരുത്തനോടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മാമോൻ കൊഞ്ചലും കുഴലും കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുടലും കൂടി കിടന്നില്ല, പിന്നെ ശ്വാസമേ കിട്ടാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ റിക്കൂട്ടിനിതാ നമ്മളെ മച്ചിങ്ങയില്ലേ അതുകൊടുത്ത് വന്നിട്ട് കളിക്കുന്നുണ്ടേ. കുടലെന്ന് ഞാൻ പറഞ്ഞത് വയറാന്ന് കേട്ടാ. ഓക്കെ, അങ്ങനെ റിക്കൂട്ടനിതാ അങ്ങനെ അതിൽ കൊള്ളിലും കുത്തിയിട്ട് ജയ് സിന്താവെന്നെല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ചോറ് കഴിക്കാനിരുന്നിട്ടുണ്ടായിന്. അത് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ചോറല്ല, നമ്മളെ പച്ചരീനെ കൊണ്ട് അമ്മ പുലാവാക്കി തന്നതാണ്. പിന്നെ തെരണ്ടിക്കറി ഉണ്ടായിരുന്നു, തെരണ്ടി പൊരിച്ചതുണ്ടായിരുന്നു. വായ്ക്ക് രുചി എന്ന് പറഞ്ഞ സാധനം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതും പരീക്ഷിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് കഴിച്ചിട്ട് നോക്കുമ്പം ഇത് ഞാൻ അത്യാവശ്യം കഴിച്ചിന്. പിന്നെ പുലാവാണല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചതാണ്. പിന്നെ നല്ല പുതിന ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ റിക്കുണ്ണി ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്തെല്ലോ വർത്താനം പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. മിണ്ടൂലേ കുഞ്ഞിക്കോയി, മിണ്ടൂലേ? മൂന്നാരാ പറഞ്ഞേ? വിക്കിനിതിയാണ്. അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് റിക്കൂട്ടം കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനും നിലത്ത് പായ വിരിച്ചൊന്ന് കിടന്നു. ഭയങ്കര ചൂടാണ്. അപ്പം മുകളിൽ ഇത് ഞാൻ കിടക്കുന്നതിന് നേരെ മുകളിലാണ് ഫാനുള്ളത്. അങ്ങനെ ഉറങ്ങി എണീച്ച കോലാന്ന് കാണുന്നത് കേട്ടോ. നല്ലതുപോലെ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കിടന്നുറങ്ങീന്. അങ്ങനെ റിക്കൂട്ടിനെ എണീപ്പിച്ചു. അവൻ പീടിയെ പോയിട്ട് ബിസ്ക്കറ്റെല്ലാം മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ പരിപ്പുവടയല്ല, നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ എന്താ പറയുക ബജിയും പിന്നെ മുളക് ബജി ആക്കിയിട്ടുണ്ടായിന്. അപ്പം റിക്കൂട്ടൻ എന്തോ തിന്നുകൊണ്ട് ഓന് പിന്നെ വലിയ വേണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ മുറ്റത്തിറങ്ങി റിക്കൂട്ടനെ കുളിപ്പിക്കാൻ ചെയ്തിട്ടായിരുന്നു എന്താ പീടികയിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഓനും ഞാനും അമ്മയച്ഛനും എല്ലാവരും പുറത്ത് വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റിക്കൂട്ടൻ എന്താ ചെരുപ്പിടാനുള്ള തത്രപ്പാടില്ലാന്ന്. പിന്നെ ഇത് അമ്മ വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട്. റിക്കൂട്ടൻ ഇത് അവിടെ കയ്യെല്ലാം കൂപ്പിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുരുത്തക്കിടന്നിട്ട് ഒപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സമയം കാർട്ടൂൺ കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലാപ്പിൽ കാർട്ടൂൺ വെച്ച് കൊടുത്ത്. ഇവിടെ വീട്ടിൽ ടി വി ഇല്ല, അപ്പം പിന്നെ കാർട്ടൂൺ വെച്ച് കൊടുത്ത്. പിന്നെ ഞാനിതാ പുലാവ് കഴിക്കുവാണേ. യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ എടുത്തിടും, എന്നിട്ട് പുലാവും ഇതെല്ലാം കഴിച്ചു. ഗുളികയെല്ലാം കുടിച്ചു. റിക്കൂട്ടിനെയും കിടത്തി ഉറക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. എന്നിട്ട് നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുകൂടാണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.